ഹേ ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് ഒരു ആശ്വസിക്കാനുള്ള ഒരു കഥ പറയാം. 1, 2, നമ്മളൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ മറന്നേക്കാം, ഞാൻ മറക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഒരു പക്ഷെ വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. എങ്കിലും ഇതിനകത്ത് ഒരു അപ്ഡേറ്റ്സും മിസ്സാക്കാതെ റെഗുലർ ഇൻ്റർവെല്ലുകളിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ, നമ്മുടെ ക്യാമ്പയിൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഈ ചാനലിൻ്റെ ഒരു ഉദ്ദേശമാണ് എന്ന് ഞാൻ മുന്നേ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, സോ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് ഏറ്റവും നമ്മൾ ആശങ്കയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ് കറൻ്റ്ലി UK മൈഗ്രൻസിന് 1.5 മില്യൺ മൈഗ്രൻസിന് PR 5 years നിന്ന് 10 yearsലേക്ക് ആക്കുന്നു എന്നുള്ളൊരു നിയമം. സോ ഈ ആശങ്ക എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഈ ആശങ്കയുണ്ട്. അപ്പോൾ ഈ ആശങ്ക അങ്ങോട്ട് ദൂരീകരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു കാര്യം. അതുമാത്രമല്ല, ക്യാമ്പയിൻ നിങ്ങൾ എത്ര പേര് ക്യാമ്പയിൻ ചെയ്തു, എത്ര പേര് നിങ്ങളുടെ ലോക്കൽ MP-മാർക്ക് മെയിൽ അയച്ചു, എത്ര പേർക്ക് റെസ്പോൺസ് കിട്ടി, ആ റെസ്പോൺസ് തീർച്ചയായിട്ടും താഴത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിനകത്ത്. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളൊരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ ആവശ്യകതയും ഈ വീഡിയോനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിംഗ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഒരു സ്റ്റോറി പറയാം. അതിനുശേഷം നമ്മുടെ ക്യാമ്പയിൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യവും പറയാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം പറയുന്നത് എന്നുള്ളത്. ഓക്കെ, ഹൈലി സ്കിൽഡ് മൈഗ്രൻ്റ് പ്രോഗ്രാം കേട്ടിട്ടുണ്ടോ? അതായത് HSMP എന്നുള്ളൊരു കാര്യം. ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും പലരും കമൻറ്റ് ബോക്സിലടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നാട്ടുകാരുടെ അടുത്ത് ചേട്ടാ അത് പറഞ്ഞു കൊടുക്കും, അവർക്ക് കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അപ്പുറത്തിരുന്ന് ആക്രോശിച്ച് ചിരിക്കുന്ന ഇല്ലെങ്കിൽ എന്താ പറയുക, ഇങ്ങനൊരു നിയമം വരുന്നത് കണ്ട് സന്തോഷിക്കുന്ന ചിലർക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കുത്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പുതിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. റിഫോം UK എന്നൊക്കെ പറഞ്ഞിട്ട് മല്ലൂസ് എടാ നിങ്ങളടക്കം വലിഞ്ഞു കയറി ഇല്ലെങ്കിൽ ഇവിടെ കയറി വന്ന് കൊടിയേറിയവരാ. ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയോ വന്നിരിക്കുന്നത് അതേപോലെ വന്നിരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് നിങ്ങളിവിടെ സിറ്റിസൺ ആയി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് വിചാരം അങ്ങോട്ട് സായിപ്പായിന്നാ. എന്നിട്ട് ഇവിടെ വരുന്നവരെ അതും ഇതേപോലെ നിങ്ങൾ വന്ന എങ്ങനെയാണോ, നിങ്ങൾ എങ്ങനെ വന്നെന്ന് എനിക്കറിയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത് നല്ല അന്തസ്സായിട്ട് UK യൂണിവേഴ്സിറ്റിയിലൊക്കെ കയറി പൈസയൊക്കെ കൊടുത്ത് പഠിച്ച് ഇല്ലെങ്കിൽ ഇതേപോലെ നേഴ്സുമാരെയോ ഇല്ലെങ്കിൽ മറ്റ് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയൊക്കെ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇവിടുത്തെ PR ഉണ്ട് എന്ന് പറഞ്ഞ നിയമമൊക്കെ അനുസരിച്ചിട്ട് വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അധികം അട്ടഹസിച്ചിരിക്കുകയൊന്നും വേണ്ട. ഓക്കെ, പിന്നെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കൂടിയുള്ള ഒരു വീഡിയോ ആണ്. അതായത് HSMP പ്രോഗ്രാം 2002 കാലഘട്ടങ്ങളിൽ നിലവിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നൊരു പ്രോഗ്രാമാണ്. അന്ന് നമ്മുടെ ലേബർ പാർട്ടിയുടെ നല്ല പ്രതാപകാലം എന്നൊക്കെ പറയില്ലേ, അന്ധകാലത്തിൽ ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു. ഓക്കെ, നമ്മുടെ ടോണി ബ്ലെയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, പണ്ടത്തെ PM നല്ല ഉരുക്ക് കോട്ടയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലേബർ പാർട്ടിയുടെ നല്ല പ്രതാപകാലത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് HSMP വിസ കൊണ്ടുവരികയും ഇളവുകൾ കൊണ്ടുവന്നിട്ട് ഈ ഹൈലി സ്കിൽഡ് മൈഗ്രൻസിനെ UK എത്തിക്കുകയും ചെയ്തു. ഓക്കെ, ആ സമയത്ത് നമുക്കറിയാലോ ഇവർക്ക് 4 വർഷം കൊണ്ട് PR ഒക്കെ കിട്ടുമായിരുന്നു. 4 വർഷം കൊണ്ട് PR കിട്ടണമായിരുന്നു. എന്നാൽ കാലപ്പോക്കിനനുസരിച്ചിട്ട് ഈ ഒരു നിയമം ഇതേപോലെ നമ്മുടെ ഇപ്പോൾ എങ്ങനെയാണോ PR നിയമം മാറ്റാൻ വന്നിരിക്കുന്നത്, ലേബർ ഗവൺമെൻറ് അന്നും ഇതേപോലെ ഈ 4 വർഷത്തെ PR ഇനി ആരും എലിജിബിൾ ആവില്ല. എല്ലാം ഇനി 5 വർഷത്തേക്ക് PR എക്സ്റ്റെൻഡ് ചെയ്തത്. അതായത് നമ്മളിപ്പോൾ 5 വർഷത്തെ PR 10 വർഷത്തേക്ക് ആകുന്നു പറഞ്ഞ പോലെ 4 വർഷത്തെ PR 5 വർഷം ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അതിനെ ശരിക്കും പച്ച മലയാളത്തിൽ സംസാരിക്കണമെന്നുണ്ട്. പിന്നെ ഒരുപാട് പേരിങ്ങനെ വീട്ടുകാർ, അമ്മമാർ, അച്ഛന്മാരൊക്കെ കാണുന്നുമുണ്ട്, പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഗവൺമെൻറ് അങ്ങനെ നമ്മളിവിടെ വെച്ചിട്ട് മൂഞ്ചിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ചുമ്മാ അന്നത്തെ ആളുകൾ ചുമ്മാ ഇരുന്നൊന്നുമില്ല. അന്നത്തെ ആളുകളും ചുമ്മാ ഇരിക്കില്ല, ഇന്നത്തെ ആളും ചുമ്മാ ഇരിക്കില്ല എന്നുള്ള കാര്യം കൂടി അണ്ടറായിട്ട് പറയട്ടെ. അന്ന് HSMP പ്രോഗ്രാം അവരൊരു ഫോറം ക്രിയേറ്റ് ചെയ്തു. അതായത് ഇന്ന് നമ്മൾ ക്രിയേറ്റീവ് ആണെങ്കിൽ നമ്മൾ ഇന്ന് സ്കിൽഡ് വർക്കേഴ്സിന് വേണ്ടി ഒരു പുതിയൊരു ഫോറം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇതെങ്ങാനും വരികയോ ഇതെന്തായാലും നിലവിലാവുകയോ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ഇടയിൽ ക്ലാരിറ്റി ഒന്ന് പോവുകയാണ്. അപ്പോൾ അന്ന് HSMP ഫോറം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ക്രിയേറ്റ് ചെയ്യുകയും
ഈ 2002 ഈ പറഞ്ഞ നിയമങ്ങൾ, ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പറഞ്ഞ നിയമങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള മൈഗ്രൻസിനെ ബാധിക്കും എന്ന് അറിഞ്ഞപ്പോൾ ഈ HSMP ഫോറം കോർട്ടിലോട്ട് പോയി. ഓക്കെ, കോർട്ടിലോട്ട് പോവുകയും അന്നും ഇതേപോലെ ഒരുപാട് പേര് വീട്ടിൽ സ്വർണം, വീട് ഒക്കെ പണയം വെച്ച് കടമെടുത്ത് UK ഇതേപോലെ ഈ വിസയിൽ HSMP വിസയിലേക്ക് കയറി വന്നപ്പോൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഈ പരിപാടി, അതിനകത്ത് 1 പോയിന്റ് ബേസ്ഡ് സിസ്റ്റം ആയിരുന്നു, പിന്നെ 2 PR 4 ഇയർ 5 ഇയറിലേക്ക് ആക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഹൈക്കോർട്ടിലേക്ക് ഈ HSMP ഫോട്ടം പോയപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ട് വളരെ വ്യക്തമായിട്ട് ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഇവരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ PR ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് വന്നുകൊണ്ട് തന്നെ ഇവർ PRന് എലിജിബിൾ ആണെന്നും ഈ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ് ഒരു വിധി, അതായത് അന്ന് ഹോം ഓഫീസ് U-ടേൺ അടിച്ചു. അത് U-ടേൺ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരെ, അതായത് HSMP ഫോറക്കാരെ പറ്റിക്കാന്ന് വിചാരിച്ച് പോയിന്റ് ബേസ്ഡ് സിസ്റ്റം എടുത്തു മാറ്റിയിട്ട് 4 ഇയർ PR 5 ഇയറിലേക്ക് ആക്കിയത് അങ്ങനെ തന്നെ നിലനിർത്തി നൈസായിട്ട് ഇവർ എസ്കേപ്പ് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും HSMP ഫോറം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം അവർക്ക് താല്പര്യമില്ല, ആ 4 ഇയർ PR തന്നെ വേണം എന്നുള്ള നിലയ്ക്ക് വീണ്ടും ഹൈക്കോടതിനെ സമീപിക്കുകയും ആ ഒരു സമയത്ത് ടോണി ബ്ലെയർ എന്നുള്ള പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന സമയത്ത് ഇവരുടെ ഒരു പ്രതാപകാലത്ത്, ഇന്നിപ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു ഇവർക്ക് അത്രയും സപ്പോർട്ടാണ് ഈ പറഞ്ഞ ലേബർ പാർട്ടിക്ക് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേപോലത്തെ ഒരു കാലത്ത് ഈ ഒരു നിയമം അന്ന് 5 ഇയർ ആക്കിയ PR എന്നുള്ള പരിപാടി ഈ HSMP വിസയിൽ വന്നവർക്ക് അപ്ലിക്കബിൾ ആവില്ല, അവർക്ക് 4 ഇയറിൽ തന്നെ PR കൊടുക്കണമെന്ന് അന്ന് നിലപാട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം, താഴത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ചേഞ്ചസ് അന്നത്തെ തൊട്ട് ആ ഒരു HSMP ഫോറംകാർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും 5 ഇയറായി. അതാണ് ഇപ്പം നടക്കുന്നത്, ഈ 5 ഇയറിൻ്റെ. ഇപ്പം അത് 10 ഇയറിലേക്ക് ആക്കാൻ പോകുമ്പോഴും, അതായത് ഇനി നമ്മുടെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൻ്റെ കേസിലേക്ക് വരാം. അതെ, ഈ 10 ഇയറിലേക്ക് ഇനി വിസ ആക്കാൻ പോവുകയാണെങ്കിലും 1.5 മില്യൺ ആളുകളും ഈ ഇതേപോലൊരു ഫോറം, സ്കിൽഡ് വർക്കേഴ്സ് റൈറ്റ്സ് എന്നുള്ളൊരു ഫോറം ഇല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അവർ പോയോ പോയില്ലേ, നമ്മളൊരു ബാരിസ്റ്റർ വെച്ചിട്ട് നമ്മൾ പോകാൻ റെഡിയാണ്. നമ്മൾ ഇതിനു വേണ്ടി ഹൈക്കോർട്ടിലേക്കോ ഇനിയിപ്പോൾ അതിന് മേലെ ഏതെങ്കിലും കോർട്ട് ഉണ്ടെങ്കിൽ അങ്ങോട്ടോ നമ്മൾ പോകാൻ റെഡിയാണ്. കാരണം 1.5 മില്യൺ ആൾക്കാർ, അന്ന് ഇത്രയും ആൾക്കാരുണ്ടായിരുന്നില്ല, ഇന്ന് 1.5 മില്യൺ ആളുകളാണുള്ളത്. ഓക്കെ, 1.5 മില്യൺ ആളുകൾ ഇങ്ങോട്ട് വന്ന് വർക്ക് പെർമിറ്റ് എടുത്ത സമയത്ത് അവർക്ക് PR ഉണ്ടായിരുന്നു, PRന് എലിജിബിൾ ആയിരുന്നു. അവർ വരുന്ന സമയത്ത്, നിയമങ്ങൾ വരുന്ന സമയത്ത് PR ഉള്ള കാലഘട്ടങ്ങളായിരുന്നു. ആ സമയത്ത് PR ഉള്ളത് കൊണ്ട് തന്നെ, അന്ന് 5 ഇയർ PR ഉള്ളത് കൊണ്ട് തന്നെ ഇതേപോലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജാഥയായിട്ട്, ഒരു ജാഥയല്ല 1.5 ജാഥയായിരിക്കും ഇപ്രാവശ്യം. അന്ന് സോഷ്യൽ മീഡിയയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലമായിരുന്നു എന്നുള്ളതും കൂടി ആലോചിക്കണേ. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് നമ്പേഴ്സിൻ്റെ ആൾക്കാരുടെ അടുത്തായിരിക്കും ഈ ഒരു ന്യൂസ് എത്തിയിട്ടുണ്ടാവുക. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രയും നമ്മൾ കിടന്ന് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലുള്ള നിയമങ്ങൾ വരുമ്പോൾ അതിന് ലീഗലായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് മുന്നോട്ട് പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട. ഈ ഒരു നിയമം വരാനുള്ള സാധ്യതകൾ വീണ്ടും കുറഞ്ഞു വരുവാണ്. ഒരു 40% മാത്രമാണ് ഈ ഒരു നിയമം വരാനുള്ള സാധ്യതയുള്ളത്. 60% വരാൻ ചാൻസ് വളരെ കുറവാണ്. സോ എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി ഇരിക്കുക, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, നമ്മുടെ കൂടെ നിൽക്കുക. നമ്മളും ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യും. ഇനി ഇതൊക്കെ കണ്ട് ചിരിച്ചിരിക്കുന്ന ആളുകൾ പണ്ടത്തെ കഥയും കൂടി എടുത്ത് ഒന്ന് വായിക്കുക. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഫൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും, നിങ്ങളെയും സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ, ഡോണ്ട് വറി. ഓക്കെ, പിന്നെ അതുമാത്രമല്ല, ഇനി നമ്മുടെ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടും നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, X അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്ത് ക്യാമ്പയിനുകൾ ഇടുക. അതിന് താഴത്ത് വ്യക്തമായിട്ട് തന്നെ ആരെയൊക്കെയാണ് മെൻഷൻ ചെയ്യേണ്ടതെന്നും സ്ക്രീനിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു റൈറ്റിംഗ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഓൺ റൈറ്റിംഗ്സിൽ ഇട്ടിട്ട് ഈ പറഞ്ഞ ക്രിസ്റ്റാമറിനെയും ഗെറ്റ് കോപ്പറിനെയും എല്ലാവരെയും ടാഗ് ചെയ്യാം, മെൻഷൻ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അതേപോലെ തന്നെ ഇനി ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് MPമാരെ നിങ്ങൾ മെയിൽ ചെയ്യണം. എത്ര പേര് നിങ്ങളുടെ MPമാർക്ക് മെയിൽ ചെയ്തേ ഒന്ന് താഴത്ത് കഴിയട്ടെ. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, അത്രയ്ക്ക് പോലും ചൂടില്ല, അത്രയ്ക്ക് പോലും എന്താ പറയുക. ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു വേസ്റ്റ് കേസിൽ ഈ നിയമം വന്നു കഴിഞ്ഞാൽ അന്ന് ഇരുന്ന് കരഞ്ഞിട്ട് പുറകെ വന്നിട്ട് ചേട്ടാ ഇനിയെങ്കിലും ഒരു മെയിലിട്ടോ വല്ലതും നടക്കോ ചേട്ടാ എന്ന് പറഞ്ഞ് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നേ തന്നെ ഞാൻ എടുത്തു തരുന്നത്.
അന്ന് കരഞ്ഞ് നിങ്ങൾ ആരുടെയും കാല് പിടിച്ച് ഓടാതിരിക്കാൻ, എം പിമാരെ പിടിക്കാനോ ഇനിയിപ്പോൾ ക്യാമ്പയിൻ നടത്താനോ അന്ന് പുറകെ നിലവിളിച്ച് വരാതിരിക്കാൻ ഒരു സ്റ്റെപ്പ് എടുക്കുക. ഇനി ഞാൻ നിങ്ങൾക്ക് എം പിമാരുടെ മെയിൽ എവിടെ കിട്ടും ചേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോ നോക്കൂ, ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്തതാണ്. നിങ്ങൾ നേരെ കയറുക. ഇത് ഹൗസ് ഓഫ് കോമണിൻ്റെ വെബ്സൈറ്റാണ്. ഈ ഹൗസ് ഓഫ് കോമണിൻ്റെ വെബ്സൈറ്റിനകത്ത് നിങ്ങളുടെ ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷൻ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ എം പി ഏതാണോ ആ എം പിയുടെ കിട്ടും, ആ എം പിയുടെ ഇമെയിൽ ഐ ഡിയും കിട്ടും. ഇനിയിപ്പോൾ മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പേടിക്കണ്ട, അതും ഡ്രാഫ്റ്റ് ചെയ്ത് ഞാൻ താഴത്ത് കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുമ്മാ എടുക്കുക, കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ, അതായത് സ്വന്തമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് നല്ലത്, എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിനോട് ആഡ് ഓൺ ചെയ്യുക, സ്വന്തമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കഥകളും നിങ്ങളുടെ കാര്യങ്ങളും സ്വന്തമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുക, എന്നിട്ട് അയക്കുക. ഓക്കെ. പിന്നെ ചിലർക്ക് എം പിമാരുടെ റിപ്ലൈ കിട്ടി എന്ന് പറഞ്ഞു വരുന്നുണ്ട്. റിപ്ലൈ കിട്ടി വരുന്ന സമയത്ത് റിഫോം പാർട്ടി ഇവിടെയുള്ള ഇപ്പോഴത്തുള്ള പ്രശ്നങ്ങളുമായിട്ട് എല്ലാ ജനങ്ങളുടെയും ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാണ്. ഈ പറഞ്ഞ മൈഗ്രേഷൻ്റെ കേസ് നല്ല കാര്യം, ഇറങ്ങി ചെന്നോ. നിങ്ങൾ ഇല്ലീഗൽ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യും ഫസ്റ്റ്. ഇല്ലീഗലായിട്ട് ബോട്ട് അതുപോലെ ഈ പറഞ്ഞ പല രീതിയിൽ കയറി വരുന്ന ആളുകളെ ഫസ്റ്റ് കൺട്രോൾ ചെയ്യും. എന്നിട്ട് പൈസ കൊടുത്ത് മുടക്കി UK യിലേക്ക് വന്ന ഞങ്ങളെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഫസ്റ്റ് അവരെ ബ്ലോക്ക് ചെയ്യും. റിഫോം പാർട്ടി ഇറങ്ങുന്നതുകൊണ്ട് എം പിമാർ പറയുന്ന കഥയാണ്. ഇപ്പോൾ അവർ 3 വർഷത്തെ ഈ ഷോർട്ട് ടേം പീരീഡ്, അതായത് ഈ ദുബായിൽ ഗൾഫിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ദുബായ് ഗൾഫിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി ഒരു തേങ്ങയില്ല, നിങ്ങൾക്ക് വർക്ക് വിസ കിട്ടും, വരിക വർക്ക് ചെയ്യുക പോവുക എന്നുള്ള രീതിയിൽ. കോൺട്രാക്റ്റ് പുതുക്കി തരും, അപ്പം നിൽക്കുക എന്നുള്ള രീതിയിൽ. അങ്ങനെ കോൺട്രാക്റ്റ് പുതുക്കുവാണെങ്കിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓക്കെ, വരട്ടെ, നല്ല കാര്യം. പക്ഷേ ഇപ്പോൾ വന്ന് കറന്റ് പീരീഡിനകത്തിരിക്കുന്നവർ സ്കിൽഡ് വർക്കർ വിസയിൽ കയറുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിന് മുമ്പ് ആരെങ്കിലും സ്കിൽഡ് വർക്കർ വിസയിൽ കയറുന്നുണ്ടെങ്കിൽ അവർ എലിജിബിളാണ്. ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളനുസരിച്ച്, ലോ അനുസരിക്കുന്ന സാധാരണ ജനങ്ങളാണ് ഞങ്ങൾ. സോ ലോക്ക് പുറകെ ഞങ്ങൾ പോവും എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരും ബേജാറാവണ്ട, ഓരോരോ മെയിൽ അങ്ങോട്ട് അയച്ചു വിട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യം, എക്സൽ പോസ്റ്റ് ഇടാൻ പറ്റുന്ന ഒരു എക്സൽ പോസ്റ്റ് ഇടുക, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. അതാണ് നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ പതിയെ നിങ്ങളുടെ അടുത്ത് വരും. നിങ്ങളാരും മിസ് ചെയ്യാതിരിക്കേണ്ട. ഓക്കെ, സോ ഇപ്പം എന്തെങ്കിലും സമാധാനമായി വിചാരിക്കുന്നു. കാണാം, ബൈ.